Hi all, Assalamu alaikum, welcome back. ചോക്ലേറ്റ് ഗനാഷ് വെച്ചിട്ടുള്ള ഒരു അടിപൊളി ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കിൻ്റെ റെസിപ്പിയാണ് നമ്മളിന്ന് ചെയ്യുന്നത്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ ഇത് ഡെക്കറേറ്റ് ചെയ്തെടുക്കുന്നത് ചോക്ലേറ്റ് ഗനാഷ് വെച്ചിട്ടാണ്. അപ്പോൾ എന്തായാലും നമുക്ക് ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. വീഡിയോയിലോട്ട് പോവാം. ഈ ഒരു കേക്കിനായിട്ട് നമ്മൾ ആദ്യം വിപ്പിംഗ് ക്രീം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ആദ്യം ഒന്ന് വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്തിട്ടൊന്ന് ഫ്രിഡ്ജിലോട്ട് മാറ്റാം. അതിനുശേഷം ബാക്കിയുള്ളതൊക്കെ ഒന്ന് ചെയ്തെടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ 2 കപ്പോളം വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട്. വിവോയുടെ വിപ്പിംഗ് ക്രീമാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു വിപ്പിംഗ് ക്രീം നമ്മൾ ബീറ്റ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ വിപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ബൗളും അതുപോലെ തന്നെ വിസ്കും നന്നായിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടൊന്ന് തണുപ്പിച്ചെടുക്കുക. അതുപോലെ തന്നെ നമ്മൾ ഇത് വിപ്പ് ചെയ്യുന്ന സമയത്ത് അടിയിൽ നമ്മൾ ഏതെങ്കിലും ഒരു പാത്രം ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുക. അതിൽ കുറച്ച് ഐസ് ക്യൂബ്സും തണുത്ത വെള്ളം ഒഴിച്ചു കൊടുക്കുക. അങ്ങനെ ആകുമ്പോൾ തണുപ്പാവുന്ന സമയത്ത് നമുക്ക് ക്രീം പെട്ടെന്ന് തന്നെ വിപ്പായി കിട്ടും. ക്രീം ബൗളിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക ഇതുപോലെ. എന്നിട്ട് നമുക്കിതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂണോളം പൊടിച്ച് പഞ്ചസാര ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. പഞ്ചസാരയുടെ അളവ് കൂട്ടാൻ കുറയ്ക്കുകയൊക്കെ ചെയ്യാം. നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് എത്രത്തോളം മധുരം വേണം അതിനനുസരിച്ച് പഞ്ചസാര പൊടിച്ചത് കൂടുതൽ ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഒരു നോർമൽ മധുരം ഇടുന്നുള്ളൂ. സാധാരണ വിവോക്ക് മധുരം ഇട്ടില്ല എന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല. ക്രീം റെഡി ആയതിനു ശേഷം നമുക്ക് ഫ്രിഡ്ജിലോട്ട് മാറ്റാം. ഇനി നമുക്ക് കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തുടങ്ങാം. അതിനായിട്ട് ആദ്യം നമുക്ക് പൊടികളൊക്കെ ഒന്ന് അരിച്ച് മാറ്റി വെക്കണം. 1.25 കപ്പ് മൈദയും 6 ടേബിൾ സ്പൂണോളം കൊക്കോ പൗഡറും 2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. 2 പ്രാവശ്യം അരിച്ചെടുത്താൽ ഏറ്റവും നല്ലതാണ്. ഞാനിവിടെ 1 പ്രാവശ്യം അരിച്ചെടുക്കുന്നുള്ളൂ. എന്നിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം മാറ്റി വെക്കാം. ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് ഇട്ട് കൊടുത്താൽ മതി. ഞാൻ മുട്ട ബീറ്റ് ചെയ്യുന്ന സമയത്ത് മുട്ടയിലേക്കാണ് ഉപ്പ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒന്ന് മാറ്റി വെക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള മുട്ടയൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു ബൗളിലോട്ട് ഒരു 8 മുട്ട പൊട്ടിച്ചൊഴിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അതിന് മുമ്പായിട്ട് നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പും അതുപോലെ തന്നെ വാനില എസൻസും കൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ ഉപ്പും 2 ടീസ്പൂൺ വാനില എസൻസും ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ നന്നായിട്ടൊന്ന് ബീറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പൊടിച്ച് പഞ്ചസാര ഒന്ന് ഇട്ട് കൊടുക്കാം. ഏകദേശം 1.5 കപ്പോളം പൊടിച്ച് പഞ്ചസാരയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അത് കുറേശ്ശെയായിട്ട് വേണം ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ പെട്ടെന്ന് ഇത് മിക്സായി കിട്ടില്ല. മുട്ടയുടെ നന്നായിട്ട് ബീറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് ഒരു 6 ടേബിൾ സ്പൂണോളം പാൽ ഒഴിച്ചു കൊടുക്കാം. പാല് ചെറു ചൂടോട് കൂടിയിട്ടുള്ള പാലാണെങ്കിൽ അത്രയും നല്ലത്. ഇനി നമുക്കിതിലോട്ട് സൺഫ്ലവർ ഓയിൽ കൂടി ഒഴിച്ചു കൊടുക്കാം. ഓയിലും 6 ടേബിൾ സ്പൂണോളാണ് എടുക്കുന്നത്. അതുകൂടി ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ എല്ലാം കൂടി ഒന്ന് നന്നായിട്ടൊന്ന് മിക്സായി വന്നിട്ടുണ്ട്. മുട്ടയും നന്നായിട്ട് ബീറ്റായി വന്നിട്ടുണ്ട്. ഇത്രയും മതി. ഇനി നമുക്ക് ഇതിലോട്ട് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ മൈദയുടെ മിക്സ്, അതൊന്ന് ഇതിലേക്ക് കുറേശ്ശെയായിട്ട് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് മെല്ലെ ഫോൾഡ് ചെയ്തെടുക്കാനേ പാടുള്ളൂ കേട്ടോ. കൂടുതലായിട്ട് ഓവർ മിക്സ് ചെയ്യരുത്. മെല്ലെ ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുക. പൊടി ഇതിൽ നന്നായിട്ട് മിക്സായി കിട്ടുകയുമാണ്, എന്നാൽ ഓവർ മിക്സ് ആവാനും പാടില്ല. അതുകൊണ്ട് തന്നെ ഒന്ന് സാവധാനത്തിൽ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇതിലോട്ട് ഒന്ന് യോജിപ്പിച്ച് കൊടുത്താൽ മതി. ഫ്രൈങ് പാനിലാണ് കേട്ടോ നമ്മൾ കേക്ക് ബേക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ പാനിൽ ഞാൻ കുറച്ച് ഓയിലൊന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊന്ന് ഒരു ബ്രഷ് വെച്ചിട്ട് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് കേക്കിൻ്റെ ബാറ്റർ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. കേക്കിൻ്റെ ബാറ്റർ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് നമുക്ക് ഈ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒന്ന് ടാപ്പ് ചെയ്തെടുക്കണം.
ഇനി ഇതൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. അതിനായിട്ട് സ്റ്റവ് ടോപ്പിൽ ഒരു അലുമിനിയത്തിൻ്റെ തട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് ചൂടാവുന്ന സമയത്ത് നമുക്കിതിലേക്ക് കേക്ക് ടിൻ ഒന്ന് ഇറക്കി വെക്കാം. ഇനി ഇതൊന്ന് മൂടി വെച്ചിട്ട് ഒരു 35 to 40 മിനിറ്റ് വരെ ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഏകദേശം ഒരു 35 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്കിത് ബേക്കായി കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇത് നന്നായിട്ട് പൊങ്ങി നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഞാനിവിടെ രണ്ടായിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഒരു നൈഫ് വെച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് രണ്ടായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഞാനിത് നന്നായിട്ട് ചൂടാറിയതിന് ശേഷമാണ് കേട്ടോ കട്ട് ചെയ്യുന്നത്. ചൂടോടെ ഇത് കട്ട് ചെയ്യാൻ പറ്റില്ല. നമ്മൾ ബേക്ക് ചെയ്തെടുത്തതിന് ശേഷം ചെറു ചൂടോടെ തന്നെ നമുക്കത് ടിന്നിൽ നിന്നും വേർപ്പെടുത്തി എടുക്കാം. എന്നാൽ നമ്മൾ ഇത് കട്ട് ചെയ്യുന്ന സമയത്ത് നന്നായിട്ട് തണുത്തിരിക്കണം. അപ്പോൾ ഒരു അരമണിക്കൂറോളം ഒന്ന് പുറത്ത് വെച്ചിട്ടോ അല്ലെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ചിട്ടോ ഒന്ന് തണുത്തതിന് ശേഷം നമുക്കിത് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്താൽ മതി. ഇനി നമുക്ക് ഇത് ഫ്രോസ്റ്റിംഗ് ചെയ്ത് തുടങ്ങാം. അതിനായിട്ട് ബേസിൽ ഒരു ലെയർ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന് മുകളിലായിട്ട് ഷുഗർ സിറപ്പ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ 1/4 കപ്പ് വെള്ളത്തിൽ ഒരു 3/4 കപ്പോളം പഞ്ചസാര ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുത്ത ഷുഗർ സിറപ്പാണിത്. അങ്ങനെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ അതുപോലെ ഒന്ന് ഉണ്ടാക്കിയെടുക്കുക. അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ സാധാരണ പച്ചവെള്ളത്തിൽ ഇതേ അളവിൽ പഞ്ചസാര ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താലും മതി. ഇനി ഈ ലെയറിലോട്ട് നമുക്ക് ഷുഗർ സിറപ്പ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഷുഗർ സിറപ്പ് എല്ലായിടത്തും ഒന്ന് സ്പ്രെഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ വിപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന വിപ്പിംഗ് ക്രീം ഉണ്ടല്ലോ, അതൊന്ന് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതൊന്ന് നമുക്ക് ഇതിൻ്റെ മുകളിലായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് ഡാർക്ക് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തതൊന്ന് ഇട്ട് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് ചെറീസ് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തതാണ്, അതുകൂടി ഒന്ന് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഫസ്റ്റ് ലെയർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിന് മുകളിലായിട്ട് നമുക്ക് അടുത്ത ലെയർ വെച്ച് കൊടുക്കാം. ഇനി ഇതിന്റെ മുകളിലും നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഷുഗർ സിറപ്പ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം വിപ്പിംഗ് ക്രീം വെച്ചിട്ട് കേക്ക് മുഴുവനായിട്ടൊന്ന് കവർ ചെയ്തെടുക്കാം. കേക്ക് മുഴുവനായിട്ട് ഞാനൊന്ന് കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് കുറച്ച് നേരം ഫ്രിഡ്ജിലോട്ട് വെക്കാം. ഒരു അരമണിക്കൂറോ 3/4 മണിക്കൂറോളം ഒന്ന് ഫ്രീസറിൽ വെച്ചിട്ട് എടുത്താൽ മതി. എങ്കിലും നമുക്ക് ചോക്ലേറ്റ് ഗനാഷ് ഇതിൻ്റെ മുകളിലായിട്ടൊന്ന് ഒഴിച്ചു കൊടുക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ കേക്ക് നന്നായിട്ട് തണുപ്പിച്ചെടുത്തിട്ടുണ്ട്. ഫ്രീസറിലാണ് കേട്ടോ വെച്ചിട്ടുണ്ടായിരുന്നത്. 3/4 മണിക്കൂറോളം വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി ചോക്ലേറ്റ് ഗനാഷ് ഇതിൻ്റെ മുകളിലായിട്ടൊന്ന് ഒഴിച്ചു കൊടുക്കാം. ചോക്ലേറ്റ് ഗനാഷ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഞാനിവിടെ 1/2 കപ്പ് ഡാർക്ക് ചോക്ലേറ്റിലേക്ക് 1/2 കപ്പ് വിപ്പിംഗ് ക്രീമാണ് എടുത്തിട്ടുള്ളത്. വിപ്പിംഗ് ക്രീമും ഡാർക്ക് ചോക്ലേറ്റും കൂടിയിട്ടാണ് നമ്മൾ ഈ ചോക്ലേറ്റ് ഗനാഷ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഡാർക്ക് ചോക്ലേറ്റ് ആണ് നമുക്ക് കൂടുതലായിട്ട് വേണ്ടത്. ഡാർക്ക് ചോക്ലേറ്റിന് നേർ പകുതിയായിട്ടാണ് നമ്മൾ വിപ്പിംഗ് ക്രീം യൂസ് ചെയ്യേണ്ടത്. ഡബിൾ ബോയിൽ ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു ഡാർക്ക് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ആദ്യം ഡാർക്ക് ചോക്ലേറ്റ് ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കുക. എന്നിട്ട് അതിലേക്ക് വിപ്പിംഗ് ക്രീം ഒന്ന് ഒഴിച്ചു കൊടുത്താൽ മതി. നന്നായിട്ട് ചൂടാവുന്ന സമയത്ത് തീ ഓഫ് ചെയ്യാം. എന്നിട്ട് ആ ചൂടിൽ തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ തന്നെ ഡാർക്ക് ചോക്ലേറ്റും വിപ്പിംഗ് ക്രീമും തമ്മിൽ നന്നായിട്ട് മിക്സായി വന്നോളും. ഡബിൾ ബോയിൽ ചെയ്യാന്ന് പറഞ്ഞാൽ ഒരു പാത്രത്തിൽ നന്നായിട്ട് വെള്ളം തിളപ്പിച്ചതിന് ശേഷം അതിന് മുകളിലായിട്ട് നമ്മൾ വേറൊരു പാത്രത്തിൽ ഡാർക്ക് ചോക്ലേറ്റ് ഇട്ട് വെച്ചിട്ട് നന്നായിട്ടൊന്ന് മെൽറ്റ് ചെയ്ത് എടുക്കുന്നതാണ്. ഇപ്പം നമ്മൾ ചോക്ലേറ്റ് ഗനാഷ് കേക്കിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിന് മുകൾ ഭാഗത്തായിട്ട് മാത്രം ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുള്ളൂ. ഇനി നമ്മൾ സ്പാച്ചിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് എല്ലായിടത്തേക്കും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമ്മൾ ഈ ഗനാഷ് എടുക്കുന്ന സമയത്ത് ഒന്ന് ചൂടാറിയതിന് ശേഷം വേണം നമ്മൾ കേക്കിലോട്ട് ഒഴിക്കാൻ വേണ്ടിയിട്ട്. അല്ല എന്നുണ്ടെങ്കിൽ വിപ്പിംഗ് ക്രീം മെൽറ്റായി പോവും. ഞാനിത് ഒഴിച്ച സമയത്ത് കുറച്ച് തണുത്ത് പോയി. അതുകൊണ്ടാണ് ഇതിങ്ങനെ ഒഴിച്ച സമയത്ത് തന്നെ കട്ടിയായി നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് ആ ഒരു ചൂട് നന്നായിട്ടൊന്ന് വിട്ട് പോകുന്ന സമയത്ത് തന്നെ നമ്മളിലോട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ കറക്റ്റായിട്ട് തന്നെ കിട്ടും. ഇപ്പോൾ മുകൾ ഭാഗമൊക്കെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി സൈഡ് ഭാഗത്തൊക്കെ ബാക്കി വരുന്ന ചോക്ലേറ്റ് ഗനാഷ് ഒന്ന് ഇതുപോലെ ഒന്ന് സ്പൂൺ വെച്ചിട്ടൊന്ന് ആക്കി കൊടുക്കാം. ഇനി കേക്കിന് മുകളിലായിട്ട് ചെറുതായിട്ടൊരു ഡെക്കറേഷൻ ചെയ്തെടുക്കാം. ഞാനിവിടെ ഫ്ലവർ നോസിലാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇത് വെച്ചിട്ട് ഒരു ചെറിയ രീതിയിലുള്ള ഡെക്കറേഷൻ ചെയ്തെടുക്കാം.
അപ്പോൾ നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഫൈനൽ ഡെക്കറേഷൻസ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇത് 2 കിലോയുടെ കേക്കാണ് കേട്ടോ. നമ്മൾ ചോക്ലേറ്റ് ഗനാഷ് കൂടി ആഡ് ചെയ്തിട്ട് മൊത്തം 2 കിലോ ആണ് ഇതിന് വെയിറ്റ് വരുന്നത്. അപ്പോൾ എല്ലാവരും ഇതൊന്നും മറക്കാതെ ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്ന് കരുതുന്നു. ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. കൂടാതെ നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് എനാബിൾ ചെയ്യുക. ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ.